ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്ററിലെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന ടെക്സ്റ്റാണ് കേട്ടോ. സോ ഇതിൽ ഈസി ആയിട്ട് നമുക്ക് എസ് ഗ്രേഡ് വാങ്ങാൻ പറ്റിയ അടിപൊളി ടെക്സ്റ്റാണിത്. എസ് ഗ്രേഡ് അല്ലെങ്കിൽ A+ എങ്കിലും നമുക്ക് വാങ്ങാൻ പറ്റും. അതിൽ കുറഞ്ഞ ഒന്നും ഇതിൽ പ്രതീക്ഷിക്കേണ്ട. കാരണം അടിപൊളി എല്ലാ ചാപ്റ്റേഴ്സും നല്ല അടിപൊളിയാണ്. പഠിക്കാൻ എളുപ്പമുള്ള ചാപ്റ്റേഴ്സാണ്. പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലിരിക്കുന്ന ചാപ്റ്റേഴ്സാണ്. ഇതിലെ വേർഡ്സ് ആണെങ്കിലും നല്ല സിമ്പിൾ വേർഡ്സൊക്കെയാണ് കേട്ടോ. നമുക്ക് എങ്ങനെ പോയാലും എക്സാമിന് നമുക്ക് A ഗ്രേഡ് അല്ലെങ്കിൽ A+ അല്ലെങ്കിൽ S ഇത് 100% ഷുവറാണ്. സോ ഇത് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് ബേസിസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ചാപ്റ്ററിൻ്റെ പേര് തന്നെ നമുക്കറിയാം, കമ്മ്യൂണിക്കേഷനാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ? Communication take place not only among people but also between people and animals and between animals. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്നത് നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല അല്ലേ, ആനിമൽസിന്, ബേർഡ്സിന് എല്ലാവർക്കും വേണ്ടി ഉള്ളതാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് കമ്മ്യൂണിക്കേഷൻ? വിത്തൗട്ട് കമ്മ്യൂണിക്കേഷൻ നോ വൺ ക്യാൻ ലിവ് ഓർ വർക്ക് ടുഗദർ അല്ലേ. നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വേറെ ഒരാളോട് നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഒരാളോട് സംസാരിക്കാണ്ട് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഇരുന്ന് നമുക്ക് ജീവിക്കാനും പറ്റത്തില്ല. ആൻഡ് ഓർ വർക്ക് ടുഗദർ എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കൊരു ജോലി സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, നമുക്ക് മറ്റൊരാളുടെ കൂടെ സംസാരിക്കാണ്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് us ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ്. അപ്പം കമ്മ്യൂണിക്കേഷൻ നമ്മളെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? മറ്റുള്ളവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദെൻ human beings are social animals. As a member of the family, a social group and part of a work team, they have to communicate with others. നമുക്കറിയാലോ, ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് സോഷ്യൽ ആനിമൽസ് ആണ്. അവർക്ക് വർക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നമുക്ക് എന്ത് കാര്യം ആസ് എ പാർട്ട് ഓഫ് ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി, അതായത് നമ്മളൊരു സൊസൈറ്റിയിൽ ഒരു മെമ്പേഴ്സ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സോ അതാണ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട്. ദെൻ ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കമ്മ്യൂണിറ്റ്സ് വിച്ച് മീൻസ് കോമൺ. കമ്മ്യൂണിക്കേഷൻ മീൻസ് ഷെയറിങ് ഐഡിയാസ് ഇൻ കോമൺ. ഇറ്റ് ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഫീലിംഗ്, ഇമോഷൻ, നോളജ് ആൻഡ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ 2 or more പേഴ്സൺസ്. അതാ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഷെയർ ചെയ്യണമെങ്കിൽ 2 വ്യക്തികൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ഐഡിയാസ് ഷെയർ ചെയ്യാൻ പറ്റും, ഫീലിങ്സ് ഷെയർ ചെയ്യാൻ പറ്റും, ഇമോഷൻസ് പറ്റും, നോളജ് പറ്റും ആൻഡ് ഇൻഫർമേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ എക്സാമിന് മസ്റ്റായിട്ടും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്, വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറയാൻ, അഥവാ ഒന്നും എഴുതാൻ വന്നില്ലേ പോലും, അണ്ടർസ്റ്റാൻഡിങ്, ഷെയറിങ് ഐഡിയാസ് അല്ലെങ്കിൽ ഇമോഷൻസ് 2 or more പേഴ്സൺസ് എന്നെങ്കിലും എഴുതി വെക്കുക. പിന്നെ അതിൻ്റെ ഡെഫിനിഷൻ കുറേ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എളുപ്പമുള്ള ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിച്ചാൽ മതി. കെയ്ത്ത് ഡേവിസിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് പാസിങ് ഇൻഫർമേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അതായത് കമ്മ്യൂണിക്കേഷൻ എന്താണ്? വേറൊരു പേഴ്സണിലേക്ക് നമ്മുടെ ഐഡിയാസോ അല്ലെങ്കിൽ ഇൻഫർമേഷനോ മനസ്സിലാക്കി കൊടുക്കുന്നതിനല്ല, അയാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ അത് പഠിക്കുക. നെക്സ്റ്റാണ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ വേണ്ടിയ എന്തൊക്കെ സവിശേഷതകളാണ് ഉള്ളത്? അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ 2 വ്യക്തികൾ ഉണ്ടായിരിക്കണം. ദെൻ മെസ്സേജ്, എന്ത് മെസ്സേജാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നതെന്നുള്ളൊരു മെസ്സേജ് ഉണ്ടായിരിക്കണം. ഓറൽ, റിട്ടേൺ ഓർ ജെസ്റ്റുവൽ, അതായത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. ഒന്നുകിൽ സംസാരിക്കാം, അല്ലെങ്കിൽ കത്ത് എഴുതാം, ആംഗ്യഭാഷയിലൂടെ ചെയ്യാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ആശയങ്ങൾ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. ദെൻ 2 way പ്രോസസ്സ്, അതായത് ഇതൊരു 2 way പ്രോസസ്സാണ്. കാരണം നമ്മൾ അങ്ങോട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള വ്യക്തിയും നമ്മളോട് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. സോ അതൊരു 2 way പ്രോസസ്സാണ്. ദെൻ കണ്ടിന്യൂസ് പ്രോസസ്സാണ്, അതൊരിക്കലും നിന്ന് പോകുന്നില്ല. ദെൻ ഡൈനാമിക് പ്രോസസ്സാണ്. ദെൻ സോഷ്യൽ പ്രോസസ്സാണ്. സോഷ്യൽ മാത്രമല്ല, യൂണിവേഴ്സലാണ്, അൺഅവോയ്ഡബിളാണ്, റെസ്പോൺസിബിളാണ്, ഫോർമൽ ഓർ ഇൻഫോർമലാണ്. സോ ഇത്രയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് പഠിച്ചു വെക്കുക.
ദെൻ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് വണ്ണാണ് കേട്ടോ. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കിത് പഠിക്കണമെന്നൊന്നുമില്ല. നമുക്ക് തന്നെ അറിയാം ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ എന്തൊക്കെ പ്രോസസ്സ് വേണം. ഒരു സെൻറ്റർ ഉണ്ടായിരിക്കണം, മെസ്സേജ് ഉണ്ടായിരിക്കണം, എൻകോഡിങ് ഉണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടായിരിക്കണം, ഒരു റിസീവർ ഉണ്ടായിരിക്കണം, ഡീകോഡിങ് ഉണ്ടായിരിക്കണം, ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കണം. സോ അത് പഠിച്ചു വെക്കുക. അത് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ എന്ന് പറഞ്ഞ് തന്നെ കൊടുത്തിട്ടുണ്ട്, അതങ്ങനെ തന്നെ പഠിക്കുക. ദെൻ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സാണ് കമ്മ്യൂണിക്കേഷനിലുള്ളത്, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് ഒരു 12 പോയിൻ്റ് ഉണ്ട്. സോ അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, അത് പഠിക്കുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യകത, എന്താണ് കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യകത, അത് നമുക്ക് ഉള്ളതാണോ അത് വേണ്ടതാണോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. കാരണം നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനുണ്ടാവണം. ദെൻ എന്താണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതിന് രണ്ടിനും ഒരു ആൻസറാണുള്ളത്, ഇമ്പോർട്ടൻസ് ആൻഡ് അഡ്വാൻറ്റേജസ്. സോ അത് പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻ കവർ ചെയ്യാൻ പറ്റും. അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതിനെ 7 CS ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഇത് 8 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ 15 മാർക്കിൻ്റെയോ മസ്റ്റാണ് 7 CS ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതെല്ലാ തവണയും ക്വസ്റ്റ്യന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കാണ്ട് പഠിക്കേണ്ട ഒരു പോർഷനാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ 7 CS ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഈ 7 CS? അത് 7 എണ്ണം കറക്റ്റ് പഠിച്ചു വെക്കുക. ക്യാൻഡിഡ്, ക്ലിയർ, കംപ്ലീറ്റ്, കൺസിസ്, കോൺക്രീറ്റ്, കറക്റ്റ് ആൻഡ് കേർട്ടസി. ഇത് പഠിച്ചു വെക്കുക കറക്റ്റായിട്ട്. ദെൻ ആ വേർഡ് മാത്രം എഴുതി വെച്ചാലും നമുക്ക് കറക്റ്റ് മാർക്ക് കിട്ടുന്ന. ദെൻ അതിൽ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. ആരൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ്? അത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, എല്ലാ തവണയും ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് ഒരു 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഹൗ ടു ഓവർകം കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. ഈ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യും, അതൊരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ 3 ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ പഠിച്ചാൽ നമുക്ക് ഫസ്റ്റ് പോർഷൻ മാർക്ക് കിട്ടാനുള്ളത് നമ്മളായി. എന്തൊക്കെയാണ് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ, പിന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, വാട്ട് ആർ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്, എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. ദെൻ ബി പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഫ്യൂച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദെൻ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ എഫക്റ്റ് ചെയ്യുന്നത്. ദെൻ ബാരിയേഴ്സ് ഓഫ്, എന്താണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ പാർട്ട് സിയിലാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, 7 CS ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഏതൊക്കെയാണ് വേരിയസ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ആൻഡ് ഹൗ ഓവർകം കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോർഷനിൽ നിങ്ങളൊന്നും പഠിച്ചില്ലെങ്കിൽ മസ്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു 4-5 ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ, എന്താണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, 7 CS ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. ഓക്കെ, ഈ 4 എണ്ണം മസ്റ്റായിട്ടും പഠിച്ചു വെക്കുക ഫസ്റ്റ് പോർഷനിൽ നിന്ന്. നെക്സ്റ്റ് പോർഷനാണ് മൊഡ്യൂൾ 2 മീൻസ് ഓർ മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത് കമ്മ്യൂണിക്കേഷൻ മീഡിയ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള മീഡിയാസിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 2 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മീഡിയയാണ് പറയുന്നത്. എന്തൊക്കെയാണ്? വെർബൽ ആൻഡ് നോൺ വെർബൽ. സോ ഈ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഓറൽ കമ്മ്യൂണിക്കേഷനും വരുന്നുണ്ട്, റിട്ടണും വരുന്നുണ്ട്. നോൺ വെർബലിൽ ബോഡി ലാംഗ്വേജ് വരുന്നുണ്ട്, സൈൻ ലാംഗ്വേജ്, വിഷ്വൽ സയൻസ് ആൻഡ് ഓഡിയോ സയൻസ്. ഇതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അതൊരു ഡയഗ്രം ആയിട്ടാണ് ചോദിക്കുന്നത്. സോ ഡയഗ്രം ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്കും കിട്ടുന്നതാണ് കേട്ടോ. ദെൻ ഓറൽ ആൻഡ് റിട്ടൺ തന്നെ എഴുതിയാലും നമുക്ക് നല്ല മാർക്ക് കിട്ടും. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫോംസ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഓറൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് വഴി എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്? അതെ, ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റും, അത് സ്പീഡിലി ആണ്. ദെൻ പേഴ്സണൽ ടച്ചാണ്, ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എമർജൻസി മെസ്സേജ് ഷെയർ ചെയ്യാൻ പറ്റും. ദെൻ ഹെൽത്തി ക്ലൈമറ്റ് ആണ്, അതിൻ്റെ എക്കണോമിക്കലാണ്. അതിൻ്റെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട് ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ, അതും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഏതൊക്കെ ഫോംസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ് നമുക്കുള്ളതെന്നുള്ളതുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ബിസിനസ് ലെറ്റർ ഉണ്ട്, മെമ്മോ ഉണ്ട്, റിപ്പോർട്ടുണ്ട്, ഫാക്സ് ഉണ്ട്, ഇമെയിൽ ഉണ്ട്.
സോ ഇതിൽ നിന്ന് തന്നെ ഈ പോയിന്റിൽ നിന്ന് തന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ചോദിക്കും. എന്താണ് ബിസിനസ് ലെറ്റർ, എന്താണ് മെമോ, എന്താണ് ഫാക്സ് ആൻഡ് എന്താണ് ഇമെയിൽ. ഓക്കെ, ഇത് ചോദിക്കുന്നതാണ്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഈ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും 8 മാർക്കിൻ്റെ പോർഷനിൽ വരുന്നതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. കാരണം ഈ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡിഫറൻസ് ബിറ്റ്വീൻ ഓറൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന ക്വസ്റ്റ്യന് ഓൾറെഡി ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം അതിൽ ഏതെങ്കിലും ഒന്ന് പഠിക്കുക, എന്നിട്ട് ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിഫറൻറ്റ് ചെയ്ത് എഴുതിയാൽ മതി. തന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെയാണുള്ളത്, ഏതൊക്കെ സൈൻ ലാംഗ്വേജാണ്, ബോഡി ലാംഗ്വേജാണ് ഉള്ളതെന്ന് പഠിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. കാരണം അതിൽ അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്, ലിമിറ്റേഷൻ വരുന്നുണ്ട്, ഒരുപാട് പോയിൻറ്റ്സ് വരുന്നതാണ്. സോ അതൊരു 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ദെൻ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഇത് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സെക്കൻഡ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും ആണുള്ളത്. ഇത് പോർഷനിൽ ഡയഗ്രാം വരച്ച് കൊടുത്തിട്ടുണ്ട്. മാനേജിംഗ് ഡയറക്ടർ, പ്രൊഡക്ഷൻ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, പേഴ്സണൽ മാനേജർ ആൻഡ് ഫിനാൻഷ്യൽ മാനേജർ. പിന്നെ അവരെ കീഴിലുള്ളവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഡയഗ്രാം എഴുതിയിട്ടുണ്ട്. ആ ഡയഗ്രാം അങ്ങനെ തന്നെ പഠിക്കുക. എക്സാം പേപ്പറിൽ ഡയഗ്രാം തന്നെ വരച്ച് വെക്കുക. സോ 15 മാർക്കും കിട്ടും. പിന്നെ എന്താണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പഠിക്കാം. ദെൻ ടൈപ്സ് ഓഫ് ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ഓർ ഗ്രേപ്പ് വൈൻ എന്ന് ചോദിക്കും. എന്താണ് ഗ്രേപ്പ് വൈൻ എന്ന് ചോദിക്കും. കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതിൽ സിംഗിൾ സ്റ്റാൻഡ്, ഗോസിപ്പ്, പ്രൊബബിലിറ്റി ആൻഡ് ക്ലസ്റ്റർ. ഇതിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നതാണ്. എന്താണ് സിംഗിൾ സ്റ്റാൻഡ്, എന്താണ് ഗോസിപ്പ്, എന്താണ് പ്രൊബബിലിറ്റി, എന്താണ് ക്ലസ്റ്റർ, പഠിച്ചു വെക്കുക. ദെൻ അതിൻ്റെ തന്നെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഡിഫറൻസും ഉണ്ട്, പഠിക്കുക. പിന്നെ എന്താണ് ഗ്രേപ്പ് വൈൻ എന്നും ഗ്രേപ്പ് വൈൻ്റെ എഫക്റ്റീവ്നെസ്സും ചോദിക്കാറുണ്ട്. ദെൻ ഇതിലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ് ഡയറക്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് 4 തരത്തിലുള്ള ഡയറക്ഷൻസ് ആണ്. ഡൗൺവേഡ്, അപ്വേഡ്, ഹൊറിസോണ്ടൽ ആൻഡ് ക്രോസ് വൈസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിലും ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡയഗ്രാം പഠിക്കേണ്ട ഏത് പോർഷനിലും ഡയഗ്രാം ഉണ്ടെങ്കിൽ ഡയഗ്രാം ആണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. കാരണം നമുക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ പോലും ആ ഒരു ഡയഗ്രാം വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് പോയിൻറ്റ്സും കറക്റ്റ് ആണെങ്കിൽ ആ 15 മാർക്ക് നമുക്ക് കിട്ടും. സോ അത് പഠിച്ചു വെക്കുക. ഈ ഹൊറിസോണ്ടലിലെയും ഈ കമ്മ്യൂണിക്കേഷനൊക്കെ എല്ലാത്തിനും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, അതും പഠിക്കാം. ഇതിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. എ പാർട്ടിൽ എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, വാട്ട് ഈസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, എന്താണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ, എന്താണ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, എന്താണ് പ്രോക്സിമിക്സ്, എന്താണ് സൈൻ ലാംഗ്വേജ്, എന്താണ് ബോഡി ലാംഗ്വേജ്, ആൻഡ് എന്താണ് ഡൗൺവേർഡ്, ഹൊറിസോണ്ടൽ ആൻഡ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. പിന്നെ എന്താണ് ഗ്രേപ്പ് വൈൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ. ദെൻ ബി പാർട്ടിലാണെങ്കിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉള്ളത്. എല്ലാത്തിൻ്റെയും ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജസും ഡിഫറൻസസും മസ്റ്റായിട്ടും പഠിക്കുക. ദെൻ പാർട്ട് സിയിൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് എഫക്റ്റീവ് ആകുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. പിന്നെ എന്താണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, പിന്നെ ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. പിന്നെ നെക്സ്റ്റാണ് ഗ്രേപ്പ് വൈൻ. ഈ ഗ്രേപ്പ് വൈന് 2 മാർക്കിൻ്റെയും 8 മാർക്കിൻ്റെയും 15 മാർക്കിൻ്റെയും ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യനാണ്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ദെൻ മൊഡ്യൂൾ 3 ആണ് ലിസണിങ്. എന്താണ് ലിസണിങ്? ലിസണിങ് ഈസ് ഹിയറിംഗ് വിത്ത് അറ്റൻഷൻ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിക്വയറിംഗ് കോൺസെൻട്രേഷൻ. എന്താണ്, നമ്മൾ കേൾക്കുക എന്നുള്ളൊരു കാര്യമല്ല ലിസണിങ് ചെയ്താൽ, നമ്മൾ കേട്ട കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിസണിങ് എന്ന് പറയുന്നത്. സോ അത്രയും എങ്കിലും നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുക. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിയറിംഗ് ആൻഡ് ലിസണിങ്. അത് തന്നെ ഈ ഹിയറിംഗ് എന്താണെന്നും ലിസണിങ് എന്താണെന്നും അറിഞ്ഞാൽ തന്നെ അതിൻ്റെ ഡിഫറൻസസും നമുക്ക് എഴുതാൻ പറ്റും. ആ ഡിഫറൻസസ് മസ്റ്റാണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ഏതൊക്കെ തരത്തിലുള്ള ലിസണിങ് ഉണ്ട്, ടൈപ്സ് ഓഫ് ലിസണിങ് ഇമ്പോർട്ടൻ്റ് ആണ്. പാസീവ് ലിസണിങ്, സെലക്റ്റീവ്, അറ്റൻസീവ്, എമ്പതിക് ആൻഡ് ആക്റ്റീവ് ലിസണിങ്. അത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ദെൻ ഇമ്പോർട്ടൻസ് ആൻഡ് ബാരിയേഴ്സ്, അതും 8 മാർക്കിൽ ചോദിക്കുന്നതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ദെൻ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ടു മേക്ക് ലിസണിങ് എഫക്റ്റീവ്. ലിസണിങ് എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു 12 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്.
ആ പോയിൻറ്റ്സ് എപ്പോഴും എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് അത് പഠിക്കാം. ഓക്കെ, ഇതിൽ എ പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യനാണ് എന്താണ് ലിസണിങ്, എന്താണ് പാസീവ്, സെലക്റ്റീവ്, എമ്പതറ്റിക്, പേരൻറ്റിങ്, അറ്റൻറ്റീവ്, ഇൻറ്റ്യൂറ്റീവ് ലിസണിങ്, ആൻഡ് എന്താണ് ഹിയറിങ്, എന്താണ് ബോഡി ലാംഗ്വേജ് എന്ന്. ബി പാർട്ടിൽ ചോദിക്കുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹിയറിങ് ആൻഡ് ലിസണിങ്. ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിയറിങ് ആൻഡ് ലിസണിങ് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ദെൻ വേരിയസ് ടൈപ്സ് ഓഫ് ലിസണിങ്, പിന്നെ ലിസണിങ് എഫക്റ്റീവ് ആക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പാർട്ട് സിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ പാർട്ട് സിയിൽ വരാൻ സാധ്യതയുള്ളത്, അത് ബാരിയേഴ്സ് എഫക്റ്റീവ് ഓഫ് ലിസണിങ് ആണ്. ആ 12 പോയിൻ്റാണ്. അപ്പം നിങ്ങൾ ഈ പോർഷനിൽ നിന്ന് പഠിക്കുമ്പം ഏറ്റവും എളുപ്പമുള്ളത് പാർട്ട് സി ആണ്, കാരണം അതിൽ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. സോ 12 പോയിൻ്റ് പഠിക്കുക. അതായത് ആ പോർഷൻ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു സി പാർട്ട് മാത്രം കവർ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ആണ് മൊഡ്യൂൾ 4, ഗ്രൂപ്പ് ആൻഡ് ബിസിനസ് ലെറ്റേഴ്സ്. ഇതിൽ ഗ്രൂപ്പ്, മീനിങ് ഓഫ് ഗ്രൂപ്പ്. എന്താണ് ഗ്രൂപ്പ്? എ ഗ്രൂപ്പ് ഈസ് എ കളക്ഷൻ ഓഫ് 2 or more ഇൻഡിവിജ്വൽസ് വിത്ത് ഇൻറ്ററാക്ട് ഈച്ച് അതർ ടു അക്കംപ്ലിഷ് സർട്ടൻ ഗോൾസ്. അതായത് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ആൾക്കാർ ഒന്നിച്ച് അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പം നമുക്കൊരു കമ്പനിയിലാണെങ്കിൽ ആ ഒരു കമ്പനിക്ക് ഒരു ഗോൾ ഉണ്ടാവും. ആ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം, നമ്മുടെ പാസ്റ്റിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നമുക്ക് അതിൻ്റെ ആവശ്യകതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ ഒന്നോ അതിലധികമോ ആൾക്കാർ വേണം. അങ്ങനെ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുന്ന, ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പ്, 2 അതിലധികം ആൾക്കാരുള്ള ആ ഒരു ഗ്രൂപ്പിനെ പറയുന്നതാണ് എന്താണ്? ഗ്രൂപ്പ്. അത്ര ആളുകളുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആ ഒരു പേഴ്സൺസിനെ പറയുന്നതാണ് ഗ്രൂപ്പ്. അത്രയെങ്കിലും എഴുതി വെക്കുക. പിന്നെ അതിൻ്റെ ഡെഫിനിഷൻ, ഏതെങ്കിലും എളുപ്പമുള്ള ഡെഫിനിഷൻ പഠിക്കുക, 2 കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അതിൽ അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രൂപ്പ്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഒരു കമ്പനിയിലുണ്ടെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്. പിന്നെ 2 തരത്തിലുള്ള ഗ്രൂപ്പാണുള്ളത്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. അതിലൊക്കെ 2 മാർക്കിൽ ചോദിക്കാവുന്ന പോയിൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഗ്രൂപ്പ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എന്താണ് ഗ്രൂപ്പ് ഡൈനാമിക്, അത് എപ്പോഴും ചോദിക്കുന്ന കേട്ടോ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ അത് പഠിക്കാം. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ആൻഡ് ടീം, അത് ഡിഫറൻസ് ചെയ്യാനുണ്ടാവും. പിന്നെ എന്താണ് ബ്രെയിൻ സ്റ്റോമിങ്, അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ ടെക്നിക്ക് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ മേക്കിംഗ്, ഇത് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിൽ. അത് 3 തരത്തിലാണുള്ളത്, ബ്രെയിൻ സ്റ്റോമിങ്, ഡെൽഫി ടെക്നിക്, നൊമിനൽ ഗ്രൂപ്പ് ടെക്നിക്ക്. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലും ചോദിക്കാം, എന്താണ് ബ്രെയിൻ സ്റ്റോമിങ് ആൻഡ് എന്താണ് ഡെൽഫി ടെക്നിക്ക് എന്ന്. അപ്പോൾ അത് അതിൻ്റെ ഒരു 2 വരിയെങ്കിലും പഠിച്ച് വെക്കുക. പിന്നെ 15 മാർക്കിൻ്റെ എസ്സേ ആയിട്ട് പഠിക്കുമ്പം അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടി പഠിച്ച് വെക്കുക. ഇതിൽ പാർട്ട് എയിൽ ചോദിക്കുന്നത് എന്താണ് ഗ്രൂപ്പ്, എന്താണ് ടീം, എന്താണ് ഡിസിഷൻ മേക്കിംഗ്, എന്താണ് ബ്രെയിൻ സ്റ്റോമിങ്, എന്താണ് ഡെൽഫി ടെക്നിക് ആൻഡ് എന്താണ് നോമിനൽ ഗ്രൂപ്പ് ഓഫ് ടെക്നിക്ക്. ബി പാർട്ടിൽ ഇൻഫോർമൽ ഗ്രൂപ്പിനെ കുറിച്ച്, ഫോർമൽ ഗ്രൂപ്പ്, എന്താണ് ഗ്രൂപ്പ് ഓഫ് നോംസ്, എന്തൊക്കെ ക്വാളിറ്റീസാണ് ഒരു ടീം മെമ്പറിന് വേണ്ടത്. ദെൻ വേരിയസ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്, എക്സ്പ്ലെയിൻ ഗ്രൂപ്പ് ഡൈനാമിക്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് പാർട്ട് ബിയിൽ വരുന്നത്. പാർട്ട് സിയിലാണ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഗ്രൂപ്പ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഡിസഡ്വാൻറ്റേജസ്, ദെൻ എന്തൊക്കെ ടെക്നിക്കാണുള്ളത് ആൻഡ് വാട്ട് ഈസ് ബ്രെയിൻ സ്റ്റോമിങ്. ഇതാണ് എസ് എ പാർട്ടിൽ വരുന്നത്. നെക്സ്റ്റ് ബിസിനസ് ലെറ്റേഴ്സ്. ഇതിൽ ഒരുപാട് ലെറ്റേഴ്സ് ഉണ്ട്, ഏതാ വരുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ എല്ലാ ലെറ്റേഴ്സിനും കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. ഏതൊക്കെ കൈൻഡ്സ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ട്? പേഴ്സണൽ ലെറ്റേഴ്സ് ഉണ്ട്, ബിസിനസ് ലെറ്റേഴ്സ് ഉണ്ട്, ഒഫീഷ്യൽ ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ ക്യാരക്ടറിസ്റ്റിക് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ബിസിനസ് ലെറ്റർ കൊടുത്തിട്ടുണ്ട്, പാർട്ട് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ പാർട്സാണ് ഒരു ബിസിനസ് ലെറ്ററിന് വേണ്ടത്? അത് 8 മാർക്കിൻ്റെ അല്ലെങ്കിൽ 15 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. കാരണം അത് ഒരുപാട് പോയിൻറ്റ്സ് ഉള്ളതാണ്. നമുക്ക് നോർമലി ഒരു ലെറ്റർ എഴുതുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? നമ്മളൊരു സിമ്പിൾ ലെറ്റർ എഴുതുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ലെഫ്റ്റിലാണോ റൈറ്റിലാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ സബ്ജക്റ്റ് കൊടുക്കണോ, ഡേറ്റ് കൊടുക്കണോ, സൈൻ എവിടെയാണ് കൊടുക്കുന്നത്, ഇതൊക്കെ അതിൽ വരുന്ന പാർട്സാണ്. സോ നമ്മുടെ ബിസിനസ് ലെറ്ററിനും അതുപോലെ കുറച്ച് പാർട്സ് ഉണ്ട്. ഹെഡിങ്, ഡേറ്റ്, ഇൻസൈഡ് അഡ്രസ്സ്, സല്യൂട്ടേഷൻ, സബ്ജക്റ്റ് ലൈൻ, ബോഡി ഓഫ് ദ ലെറ്റർ ആൻഡ് കോംപ്ലിമെൻ്ററി ക്ലോസ്, സിഗ്നേച്ചർ, റെഫറൻസ് ഇനിഷ്യൽസ് ആൻഡ് എൻക്ലോഷേഴ്സ്. ഇതിനെ ഓരോന്നിനെയും കുറിച്ചിട്ടും
കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇത് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ ആയിട്ട് ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, എന്താണ് ഫുൾ ബ്ലോക്ക് ഫോം അല്ലെങ്കിൽ ഇൻഡൻറ്റ് ഫോം ആൻഡ് സെമി ബ്ലോക്ക് ഓർ മിക്സഡ് ഫോം? ഇതെന്താണെന്ന് ചോദിക്കാറ് കേട്ടോ, 2 മാർക്കിൻ്റെ. ദെൻ കോപ്പി മാർക്കിംഗ് എന്താണെന്നുള്ളതും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ചോദിക്കുന്നതാണ്. പിന്നെ ഓരോ ലെറ്റേഴ്സും എന്തൊക്കെ റിക്വസ്റ്റ് ലെറ്റേഴ്സ് ഉണ്ട്, റിക്വസ്റ്റ് ലെറ്റർ ഉണ്ട്, സെയിൽസ് ലെറ്റർ ഉണ്ട്, കംപ്ലൈൻറ്റ് ലെറ്റേഴ്സ് ഉണ്ട്, ഇൻ്റർവ്യൂ ലെറ്റേഴ്സ് ഉണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് ലെറ്റേഴ്സ് ഉണ്ട്, പ്രൊമോഷൻ ലെറ്റേഴ്സ് ഉണ്ട്, റിസൈൻ ലെറ്റേഴ്സ് ഉണ്ട്. സോ ഈ ലെറ്റേഴ്സിനൊക്കെ എന്തൊക്കെ പാർട്സാണ് വരുന്നത് എന്നുള്ള കാര്യം, ജസ്റ്റ് ലെറ്റേഴ്സ് എങ്ങനെയാണെന്നുള്ള അതിൻ്റെ ഒരു ബോഡി ജസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ദെൻ അജണ്ട എന്താണെന്ന് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ അജണ്ട, നോട്ടീസ് എന്താണ് മെമ്മോറാണ്ടം, എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് മെമ്മോ, ഇതൊക്കെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നുണ്ടോ. ഇതിൽ ഒരുപാട് ഷോർട്ട് ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ ഉണ്ട്. എന്താണ് ബിസിനസ് ലെറ്റർ, എന്താണ് കോപ്പി മാർക്കിംഗ്, എന്താണ് സെയിൽസ് ലെറ്റർ, എന്താണ് മെമ്മോറാണ്ടം, പ്രൊമോഷൻ ലെറ്റർ, റിക്വസ്റ്റ് ലെറ്റർ, എന്താണ് അജണ്ട, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പാർട്ട് ബിയിൽ ഇതിൻ്റെ എല്ലാം ഡിഫറൻസസും ഫങ്ഷൻസ്, പാർട്സ്, ഇമ്പോർട്ടൻസ്, ദെൻ ഒബ്ജക്റ്റീവ്സ്, ഇതൊക്കെ പാർട്ട് ബിയിൽ വരുന്നതാണ്. ദെൻ പാർട്ട് സിയിൽ ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലെറ്റേഴ്സിൽ ഏതെങ്കിലും ലെറ്റേഴ്സ് തന്നിട്ട് ചിലപ്പോൾ ലെറ്റേഴ്സ് എഴുതാനായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ലെറ്റർ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു ലെറ്ററിന് എന്തൊക്കെ പാർട്സ് വേണം. ദെൻ എന്താണ് മെമ്മോ, ഓക്കെ, എന്താണ് എയ്ഡ ഫോർമുല ആൻഡ് കറസ്പോണ്ടൻസീസ് ഈസ് ബാക്ക് ബോൺ ഓഫ് ബിസിനസ്, വൈ. ഇത് കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിലെ ഒരു ലെറ്റേഴ്സും നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റത്തില്ല, എല്ലാ ലെറ്റേഴ്സും കവർ ചെയ്യുക. ദെൻ ലാസ്റ്റ് മൊഡ്യൂളാണ് ന്യൂ ട്രെൻഡ്സ് ഇൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിൽ വന്നേക്കുന്ന പുതിയ മാറ്റങ്ങളാണ് കേട്ടോ. നമ്മൾ പണ്ടത്തെ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നമുക്കറിയാം, ഇപ്പോഴത്തെ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നറിയാം. ഇപ്പോൾ സ്റ്റിൽ നമ്മുടെ ട്രെൻഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. സോ അതൊക്കെ വെച്ചിട്ട് വേണം ഈ ചാപ്റ്റർ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്, അല്ലേ. അതിൽ ഫസ്റ്റ് വണ്ണാണ് കമ്പ്യൂട്ടർ. പണ്ടത്തെ കാലത്തു നിന്ന് ഇപ്പോൾ വന്നതിലേക്കുള്ള ഏറ്റവും വലിയ മാറ്റമാണ് കമ്പ്യൂട്ടർ. അതിൻ്റെ സ്ട്രക്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ ഇപ്പോൾ സിമ്പിളാണ്. നമുക്ക് 5ാം ക്ലാസ്സിലേക്ക് ചാപ്റ്റേഴ്സിലുള്ളതാണ് ഇതെല്ലാം. സോ അത് പഠിക്കാൻ സിമ്പിളാണ്. കമ്പ്യൂട്ടറിൻ്റെ പാർട്ട്, ഹാർഡ്വെയർ, ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, സോഫ്റ്റ്വെയർ എന്താണ്, ഹ്യൂമൻ വെയർ എന്താണ്, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, എന്താണ് ലാൻ ആൻഡ് എന്താണ് വാൻ, ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ്. എന്താണ് ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കും, വാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്കും. പിന്നെ അതിൻ്റെ തന്നെ ഡിഫറൻസസ് ഉണ്ട്. പിന്നെ എന്താണ് ലാപ്ടോപ്പിൻ്റെ മെയിൻ പാർട്സ് എന്തൊക്കെയാണ്, എന്താണ് പാൽം ടോപ്പ്, എന്താണ് ഇൻ്റർനെറ്റ്, എന്താണ് ഇമെയിൽ, എന്താണ് ടെൽനെറ്റ്, ഇതൊക്കെ എന്താണ് ഇ കൊമേഴ്സ്, എന്താണ് വേൾഡ് വൈഡ് വെബ്, WWW, ദെൻ FTP, ഇങ്ങനെയൊക്കെ ഷോർട്ടായിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇതെല്ലാം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കേട്ടോ. ദെൻ മെയിൽ എന്താണെന്ന് ചോദിക്കും, മെയിലിൻ്റെ പാർട്സും ചോദിക്കാറുണ്ട്. സബ്ജക്റ്റ് ലൈൻ വേണം, സല്യൂട്ടേഷൻ വേണം, ബോഡി വേണം. സോ ഇത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, കാരണം അതിൽ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. ഫീച്ചേഴ്സ് മാത്രമല്ല, അത് 15 മാർക്കിനായിട്ട് ചോദിക്കുമ്പോൾ ഫീച്ചേഴ്സും ഗൈഡ് ലൈൻസും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എല്ലാം ഉണ്ട് ഇമെയിലിന്. സോ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇമെയിലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ പാർട്സ്, അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻ, എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കുക. ഒന്നെങ്കിൽ 8 മാർക്ക് അല്ലെങ്കിൽ 15 മാർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക്. ദെൻ എന്താണ് ടെലികോൺഫറൻസിങ്, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിക്കുക. ദെൻ ഇപ്പോഴത്തെ നെക്സ്റ്റ് ട്രെൻഡായിട്ടുള്ളതാണ് വീഡിയോ കോൺഫറൻസിങ്. വീഡിയോ കോൺഫറൻസിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിക്കുക, അതിൻ്റെ ഗൈഡ് ലൈൻസും പഠിക്കുക. പിന്നെ ടെലിഫോൺ എന്താണ്, ഐഫോൺ എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ IVRS എന്താണ്, ഇൻറ്ററാക്റ്റീവ് വോയിസ് റെസ്പോൺസ് സിസ്റ്റം. ദെൻ ഷോർട്ട് മെസ്സേജ് സർവീസസ്, SMS എന്താണെന്ന് എപ്പോഴും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ്. അതിൻ്റെ ഫ്യൂച്ചേഴ്സും ചോദിക്കാറുണ്ട്, ബെനിഫിറ്റും ചോദിക്കാറുണ്ട്.
പിന്നെ എന്താണ് വോയിസ് മെയിൽ, എന്താണ് ഫാക്സ്, ഫ്യൂച്ചേഴ്സ് ഓഫ് ഫാക്സ് ആണ് ഇതിൽ 15 മാർക്കോ അല്ലെങ്കിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത്. സോ ഇതിൽ പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. എന്താണ് SMS, എന്താണ് ഫാക്സ്, ടെലികോൺഫറൻസിങ് എന്താണ്, വീഡിയോ കോൺഫറൻസിങ് എന്താണ്, എന്താണ് ഇമെയിൽ, ഇൻ്റർനെറ്റ്, ലാപ്ടോപ്പ്, പാംടോപ്പ്, LAN, WAN ആൻഡ് WWW. ഇതിൽ വീഡിയോ കോൺഫറൻസിങ്ങിൻ്റെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ വരുന്ന കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ ടെലികോൺഫറൻസിങ് ആൻഡ് വീഡിയോ കോൺഫറൻസ്. നെക്സ്റ്റ് പാർട്ട് സിയിൽ ടെക്നിക് ഓഫ് ഗ്രൂപ്പ് ഡിസിഷൻ ആൻഡ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ. ഇത് നിങ്ങൾക്ക് പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ തന്നെ ഇതിൽ പഠിക്കാണ്ട് പോയവർ തന്നെ A ഗ്രേഡ് വാങ്ങാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. സോ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 90 എബോവ് എന്തായാലും വാങ്ങാം, S ഗ്രേഡും വാങ്ങാൻ പറ്റും. സോ അടിപൊളിയായിട്ട് പഠിക്കാം. താങ്ക് യു.